ടീച്ചർ ഇങ്ങനെയാ പഠിപ്പിച്ചത്, കാരണം അവർ ആ ഒരു വേ മാത്രമേ പെർസീവ് ചെയ്തിട്ടുണ്ടാവും. ട്വിങ്കിൾ പറഞ്ഞാൽ കുട്ടിക്ക് അത് ട്വിങ്കിളാണ്, ട്വിങ്കിൾ അല്ല. ഇപ്പൊ ഒരുപാട് സൈക്കോ എഡ്യൂക്കേഷൻസ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ എക്സ്പെക്ടേഷൻ ആണ്, കുട്ടി അങ്ങനെ ആവണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീഡിയയിൽ ഒരു ന്യൂസ് കണ്ടു. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതിൽ നമ്മുടെ ഡൽഹി, കൊൽക്കത്ത ഒക്കെ കഴിഞ്ഞാൽ കേരളത്തിലുള്ള സിറ്റികളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ അവരുടെ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മളിത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ മുഴുവനും കോൺഷ്യസ് ആയിരിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്, അല്ലേ? നമ്മളെ ഹെൽത്തിൻ്റെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടും അക്കാദമിക്സിനെ കുറിച്ചിട്ടും കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും ഒരു ഏരിയയിൽ ആദ്യം അവർ ചെയ്തിരുന്നത് പഠിക്കുക എന്നൊരു പാർട്ടിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുപാട് സൈക്കോ എഡ്യൂക്കേഷൻസ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കുട്ടികളെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുവിധം എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ എത്ര ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ചെറിയ ക്ലാസ്സിലെ ടീച്ചർ സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് കൊടുക്കും കുട്ടികൾക്ക്. അങ്ങനെ ഒരു ഓർഡർ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മെൻ്റൽ ഹെൽത്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മെൻ്റൽ ഹെൽത്തിന് ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് മാം സൂചിപ്പിച്ച ആ ഒരു സിറ്റി കോഴിക്കോടാണ് മീഡിയ വൺ റിപ്പോർട്ട് വന്നിരുന്നത്. അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തിരഞ്ഞ സിറ്റികൾ പ്രൊഫഷണൽസിനെ തിരഞ്ഞപ്പോൾ ഒരു സിറ്റി കോഴിക്കോട് നിന്ന് 3-ാം സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇനി കണക്ട് ചെയ്യുന്ന ഇവർ എന്തിന് തിരഞ്ഞിട്ടുണ്ടായിരിക്കും? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക സൈക്കോളജിക്കൽ വെൽബീയിങ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ കുട്ടികളുടെ വെൽബീയിങ്. കുട്ടികളുടെ വെൽബീയിങ്ങിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അവരുടെ റെസിലിയൻസ് ആണെങ്കിലും ഈ 21st സെഞ്ച്വറിയിലെ സ്കിൽസിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം ബോധമായിട്ടാണ് എല്ലാവരും. അപ്പോൾ അവരിങ്ങനെ ഈ സംഭവത്തിൽ നിന്ന് ഇമോഷണൽ വെൽബീയിങ് എന്താ? കാരണം നമ്മൾ ആദ്യം IQ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്, കുട്ടിയുടെ ബുദ്ധി. അത് മാറി ഇപ്പോൾ EQ ആയി, ഇമോഷണൽ കോഷ്യൻ്റ്, അല്ലേ? ഒരു കുട്ടിക്ക് ഇമോഷൻസ് സെറ്റാണോ? അപ്പോൾ നമുക്കറിയാം ടീച്ചർക്ക് സ്കൂളുകളിൽ ഒരുപാട് ന്യൂസുകൾ, കുട്ടികൾ പെട്ടെന്ന് ഈ സൂയിസൈഡൽ തോട്ട്സ് വരുന്ന കുട്ടികൾ, ചില കുട്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൂയിസൈഡ് ചെയ്യുന്ന മക്കൾ, അപ്പോൾ എല്ലാവരും കൺഫ്യൂഷനാണ്, വാട്ട് ടു ഡു എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമോഷണൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ പറയുക, ഇപ്പൊ കുട്ടികൾക്ക് ഒട്ടും താങ്ങാൻ വയ്യ. ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും കുട്ടികൾ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ വേറൊരു മൈൻഡിലേക്ക് പോവുക. കുട്ടികൾക്ക് വേറെന്തോ ആവുക. ശരിക്കും ഈ സ്ട്രെസ് കൺട്രോൾ മുമ്പുള്ളൊരു പാറ്റേൺ ഇപ്പോഴത്തെ പാറ്റേണും പാരന്റിങ് സ്റ്റൈൽസിലൊരു വ്യത്യാസം വന്നിട്ടില്ലേ? കാരണം ടീച്ചർക്ക് ഒന്നും ഒരു കാര്യം ആഗ്രഹിച്ച സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഈ ബുക്ക് വേണം എന്ന് പറയുമ്പോഴേക്കും ബുക്ക് കിട്ടുക എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്യും. ആ മനസ്സിനെ കാത്തിരിക്കാനുള്ളൊരു ഡ്യൂറേഷൻ കിട്ടിയിരുന്നു. ഇപ്പൊ ശരിക്കും പാരന്റിങ് സ്റ്റൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കാൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടോ? മുന്നിലേക്ക് എത്തൂലേ സാധനങ്ങൾ. ഇപ്പോൾ കുട്ടി ചോദിക്കുകയാണ് എനിക്ക് ഒരു ഇത് വേണം, ടോയ്സ് വേണം. അപ്പോൾ ഫാദർ വിചാരിക്കും എൻ്റെ കാലത്ത് എനിക്കൊന്നും കിട്ടിയില്ല, അപ്പോൾ എൻ്റെ മകന് 1 വേണ്ട, എന്നാൽ 2 വെച്ചോ. 2 കാർ. കാത്തിരിക്കുന്നില്ല, അവിടെ ആരും വെയിറ്റിംഗ് ഇല്ല. അപ്പോൾ പാരൻറ്റ് ഉദ്ദേശിക്കുന്നതൊന്നും, പക്ഷെ അത് ഈ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തുമായി കണക്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ പേഷ്യൻസ് എന്ന് പറഞ്ഞ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സങ്കടങ്ങൾ, നമ്മളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇമോഷൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളല്ലേ. ഇമോഷൻ ജനറലി നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഇമോഷണലാന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യുക ഭയങ്കര സങ്കടപ്പെടുന്ന വിഷമാണെന്നുള്ളതാണ്. ആക്ച്വലി ഇമോഷൻ്റെ പാർട്ട് നമ്മുടെ മൊത്തം ഓർഗാനിസത്തിൻ്റെ ഒരു റെസ്പോൺസ് ആണത്. അപ്പോൾ ഒരു ഇമോഷനിൽ അടിപൊളിയായ ഒരാളെങ്ങനെയായിരിക്കും? നല്ല ഹാപ്പി ആയിരിക്കും. എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹാപ്പി എന്ന് മാത്രമല്ല, ഒരു സങ്കടം വന്നു കഴിഞ്ഞാലും അതിനെ മാനേജ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ സിറ്റുവേഷണൽ മാനേജ്മെന്റ് കപ്പാസിറ്റി. അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു കോഗ്നീഷൻ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുക? അപ്പോൾ നമുക്ക് ഒരുപാട് തിയറീസ് നമ്മൾ പഠിച്ച സംഭവമാണ്. കുട്ടിക്ക് അവരുടെ തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ പിയാഷേൻ്റെ തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന സ്റ്റേജ് ഉണ്ട്. അവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈഗോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ അയാൾ കാണുന്ന ഒരു കാഴ്ച അത് 100% കറക്റ്റാന്നൊരു ഫീലിങ്ങിലാണ് കുട്ടി എടുക്കുക. അപ്പോൾ കുട്ടി കാണുന്നൊരു ഇമോഷൻ, കുട്ടിയുടെ ടീച്ചർ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത്, ട്വിങ്കിൾ പറഞ്ഞാൽ കുട്ടിക്ക് അത് ട്വിങ്കിളാണ്, ട്വിങ്കിളല്ല. അത് നിങ്ങൾ ഏത് PhD കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും കുട്ടി പറയും ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ ടീച്ചർ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്. അത് പൊതുവിൽ പാരന്റ്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കേൾക്കുന്ന ടീച്ചർ ഇങ്ങനെയാ പഠിപ്പിച്ചത്,
കാരണം അവർ ആ ഒരു വേ മാത്രമേ പെർസീവ് ചെയ്തിട്ടുണ്ടാവും. പെർസീവ് ചെയ്യുള്ളൂ. കുട്ടികൾക്ക് ടീച്ചേഴ്സ് പറയുന്നതാണ് അവർക്ക് ഫൈനൽ ആ ബിഗിനിങ് സ്റ്റേജിൽ അതാണ് ആ ഈഗോ സെൻട്രിസം. പിന്നെ ഇങ്ങനെ സമയം മാറുന്നതിനനുസരിച്ച് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുമല്ലോ. വലുതാണതിനനുസരിച്ച് എങ്ങനെ മാറുന്നേ ഉള്ളൂ. പക്ഷെ കുറെ കാലത്തോളം ആ ടീച്ചർ പറഞ്ഞതാണ് അവരുടെ ഒരു ബിഗിനിങ് സ്റ്റേജ്. അതേപോലെ സംഭവമാണ്. ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുമ്പോൾ എൻ്റെ കുട്ടി അടിപൊളി ആവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, സൂപ്പർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ മക്കൾ എന്താണ് ആഗ്രഹം നിങ്ങളുടെ മക്കളെന്ന്. പാരൻസ് പറയും, എനിക്ക് നല്ല ഒരാളായാൽ മതി എന്ന് പറയും. ഇങ്ങനെയൊക്കെ നല്ല ആളായാൽ മതി എന്ന് പറയുമ്പോഴും അവരുടെ മാർക്കിൻ്റെ സ്കോർ 100 ഒരു 40-30 വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായി, ടെൻഷനായി, പ്രോബ്ലമായി. കുട്ടിയേക്കാൾ കൂടുതൽ പാരൻസിനായി സ്ട്രെസ്. അപ്പോൾ സ്റ്റഡീസിലെ സ്ട്രെസ്സിനെ കുറിച്ചും അല്ലേ ടീച്ചർക്ക് അറിയാം, ടീച്ചർ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് ഒരു സ്കൂൾ ഓറിയന്റഡ് ആയി നോക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ അല്ലേ, ഓവർ എക്സ്പെക്ടേഷൻ ആണ്. കുട്ടി അങ്ങനെ ആവണം എന്ന് ആദ്യം എക്സ്പെക്ട് ചെയ്യാം. ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ ശരിക്കും ചെറുപ്പം മുതലുണ്ട് അല്ലേ? ചെറുപ്പം മുതലേ ഉണ്ടാവും. കുട്ടിയെ സംബന്ധിച്ചുള്ള സ്ട്രെസ് ഒരു 3.5 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ പറയാ പാരന്റ്സിന് ആവാൻ പറ്റാത്തത് എനിക്ക് എന്തായാലും ഡോക്ടർ ആവാൻ പറ്റില്ല, അപ്പൊ എന്റെ കുട്ടിയെങ്കിലും ഡോക്ടറായി മാറണം എന്നൊരാഗ്രഹം ഉണ്ടാവും. ആക്ച്വലി ആ പാരന്റ്സ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരുന്ന സമയത്ത് എനിക്ക് ആ റൂട്ട് കിട്ടിയില്ല. ഐ മീൻ ഒരു എക്കണോമിക്കൽ സപ്പോർട്ട് കിട്ടിയില്ല. എനിക്കൊരു എക്കണോമിക് സപ്പോർട്ട് എനിക്ക് അന്ന് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ഗൈഡൻസ് കിട്ടിയില്ല. അപ്പോൾ ഈ ഗൈഡൻസ് ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ സെർച്ചിങ് ഐദർ ദേ മേ ഫോക്കസ് ഓൺ എ ഗോൾ സെറ്റിംഗ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം മുമ്പത്തെ പോലെ എന്താവണം, എനിക്ക് ഡോക്ടർ ആവണം, എന്താവണം, എനിക്ക് എന്താവണം, പോലീസ് ആവണം. ആ ഒരു പാറ്റേണിൻ്റെ അപ്പുറത്തേക്ക് ആദ്യം നോക്കുകയാണ്. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈവൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ അക്കാദമിക്സിൻ്റെ കൂടെ ഇമോഷൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ്, ആ കുട്ടി ഏത് തരം പേഴ്സണാലിറ്റിയാണ് എന്നൊരു സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് അതിലേക്ക് പോകുന്നത്. കാരണം ഈ മെൻ്റൽ ഹെൽത്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത്.